ഒരു ഫീൽഡർ ബാറ്ററെ റൺഔട്ട് ആക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ബാറ്റർ ക്രീസിലെത്തി. എന്നാൽ റൺഔട്ട് ആക്കാനുള്ള ശ്രമത്തിൽ വിക്കറ്റ് തെറിച്ച് ബെയിൽസും സ്റ്റമ്പുകളും എല്ലാം നിലത്ത് വീഴുന്നു. ഒരു ഓവർ ത്രോ പോകുന്നു. ബാറ്റർ വീണ്ടും ഓടാൻ ശ്രമിക്കുന്നു. അയാളെ പിന്നീട് ആ എൻഡിൽ ഔട്ടാക്കാൻ സാധിക്കുമോ? എങ്ങനെ സാധിക്കും? നമുക്കത് നോക്കാം. ഈ വീഡിയോയുടെ അവസാനം ഒരു ചോദ്യവുമുണ്ട്, അത് മിസ്സാക്കരുത്. നമ്മളിപ്പോൾ കാണുന്നതാണ് നമുക്ക് എല്ലാവർക്കും പരിചിതമായ വിക്കറ്റ്. 3 സ്റ്റമ്പുകളും അതിന് മുകളിൽ 2 ബെയിലുകളും ചേർന്നുള്ള നിർമ്മിതി. ഇവിടെ ഈ വിക്കറ്റ് തെറിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നിയമം അനുവദിക്കുന്ന പല രീതികളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു രീതി വെച്ച് വിക്കറ്റ് തെറിപ്പിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഈ 2 ബെയിലുകളിൽ ഏതെങ്കിലും ഒന്ന് വിക്കറ്റിന് മുകളിൽ നിന്നും പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടുകയോ ഏതെങ്കിലും ഒരു സ്റ്റമ്പ് അപ്രൂവ് ചെയ്യപ്പെടുകയോ, അതായത് ഗ്രൗണ്ടിൽ നിന്ന് ഊരിപ്പോരുകയോ ചെയ്യുമ്പോഴാണ് ഒരു വിക്കറ്റ് തെറിക്കുന്നത്, വിക്കറ്റ് ബ്രോക്കൺ ആവുന്നത്. ഇവിടെ ഈ കാണുന്ന സിനാരിയോയിൽ വിക്കറ്റിൽ നിന്നും ഒരു ബെയിൽ കംപ്ലീറ്റ്ലി റിമൂവ് ആവുകയാണെങ്കിൽ അവിടെ വിക്കറ്റ് ബ്രോക്കൺ ആണ്. പിന്നീട് അവിടെ അവശേഷിക്കുന്നത് 3 സ്റ്റമ്പുകളും അതിൽ 2 സ്റ്റമ്പുകളുടെ മുകളിൽ ഒരു ബെയിലുമാണ്. അതാണ് അപ്പോഴത്തെ അവിടുത്തെ വിക്കറ്റ്. ഇവിടെ ഈ കേസിൽ ഇനി ഈ വിക്കറ്റ് തെറിപ്പിക്കാൻ 2 മാർഗങ്ങളാണുള്ളത്. ഒന്നുകിൽ അവശേഷിക്കുന്ന ആ ബെയിൽ തട്ടിത്തെറിപ്പിക്കുക, അല്ലെങ്കിൽ ഈ 3 സ്റ്റമ്പുകളിൽ ഏതെങ്കിലും ഒന്ന് അപ്രൂവ് ചെയ്യുക. അപ്പോൾ വിക്കറ്റ് ബ്രോക്കൺ ആവും. ഇനി ബെയിൽസ് തെറിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളതെങ്കിൽ പിന്നീട് അവശേഷിക്കുന്നത് 3 സ്റ്റമ്പുകളാണ്. 2 ബെയിലുകളും ഓൾറെഡി താഴെ വീണ് കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ അവിടെ അവശേഷിക്കുന്ന 3 സ്റ്റമ്പുകളാണ് അവിടുത്തെ വിക്കറ്റ്. അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ നിയമവിധേയമായ രീതിയിൽ ഏതെങ്കിലും ഒരു സ്റ്റമ്പ് അപ്രൂവ് ചെയ്യുകയാണ് അവിടെ വഴി. ഇവിടെ അങ്ങനെ ഒരു സ്റ്റമ്പ് അപ്രൂവ് ചെയ്യുകയാണ്, അവിടെ വിക്കറ്റ് ബ്രോക്കൺ ആയി. ഇനി ബാക്കിയുള്ള 2 സ്റ്റമ്പുകളാണ്. ഈ 2 സ്റ്റമ്പുകളാണ് അപ്പോഴത്തെ അവിടുത്തെ വിക്കറ്റ്. അവിടെയും ഈ നിയമം ബാധകമാണ്. അതിലേതെങ്കിലും ഒരു സ്റ്റമ്പ് അപ്രൂവ് ചെയ്താൽ അവിടെ വിക്കറ്റ് ബ്രോക്കൺ ആയി. ഇനി അവശേഷിക്കുന്നത് ഒരു സ്റ്റമ്പ് മാത്രമാണ്. അവിടുത്തെ വിക്കറ്റ് അതാണ്. അവിടെയും ഇതേ നിയമം അപ്ലൈ ചെയ്ത് ഈ ഒരു സ്റ്റമ്പ് അപ്രൂവ് ചെയ്താൽ അവിടെ വിക്കറ്റ് ബ്രോക്കൺ ആയി. അത് കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് ഒന്നും അവിടെയില്ല. 2 ബെയിലുകളും 3 സ്റ്റമ്പുകളും നിലത്ത് വീണ് കഴിഞ്ഞു. പിന്നീട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. പിന്നീട് ചെയ്യാൻ ക്രിക്കറ്റിൽ ഒരു പ്രത്യേക നിയമമുണ്ട്, റീമേക്കിംഗ് ദ വിക്കറ്റ് എന്ന നിയമം. കളിക്കിടയിൽ ബോൾ ഡെഡ് ആവുന്നതിന് മുൻപ് പുട്ട് ഡൗൺ ആയ അല്ലെങ്കിൽ ബ്രോക്കൺ ആയ ഒരു വിക്കറ്റ് പുനർനിർമ്മിക്കാൻ അമ്പയർമാർക്ക് അനുവാദമില്ല. മറിച്ച് ഒരു ഫീൽഡർക്ക് ആ വിക്കറ്റ് പുനർനിർമ്മിക്കാൻ സാധിക്കും. എന്നിട്ട് അത് തെറിപ്പിക്കാനും സാധിക്കും. എന്ന് വെച്ചാൽ അയാൾക്ക് മുൻപ് ആ സ്റ്റമ്പ് അവിടെ ഉണ്ടായിരുന്നിടത്ത് കുത്തിവെക്കുവാനും അതിന് മുകളിൽ ബെയിൽസ് എടുത്ത് വെക്കാനും പിന്നീട് തെറിപ്പിക്കാനും എല്ലാം അനുവാദമുണ്ട്. 3 സ്റ്റമ്പുകളും 2 ബെയിലുകളുമുള്ള അവസ്ഥയിൽ ഒരു ബെയിൽ താഴെ വീണാൽ അയാൾക്ക് ഒന്നുകിൽ ആ ബെയിൽ തട്ടിത്തെറിപ്പിക്കാം, അല്ലെങ്കിൽ ആ വീണ് പോയ ബെയിലെടുത്ത് തിരിച്ചു വെച്ചിട്ട് അത് തട്ടിത്തെറിപ്പിക്കാം. അഥവാ ഒരു ബെയിൽ വീണാൽ ആ ബെയിൽ തിരിച്ചെടുത്ത് വെച്ചിട്ട് തട്ടിത്തെറിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ആ സ്റ്റമ്പ് അപ്രൂവ് ചെയ്താൽ മതി. ഇനി 2 ബെയിലും താഴെ വീണാൽ ഏതെങ്കിലും ഒരു ബെയിൽ എടുത്ത് തട്ടിത്തെറിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റമ്പ് അപ്രൂവ് ചെയ്താൽ മതി. അതായത് മനസ്സിലായല്ലോ, ഇവിടെ പലതരം കോമ്പിനേഷനുകൾ അപ്ലൈ ചെയ്യാം. നിയമപ്രകാരമുള്ള ഒരു വിക്കറ്റ് അവിടെ ഉണ്ടായാൽ മതി, എന്നിട്ട് ആ വിക്കറ്റ് തെറിപ്പിച്ചാൽ മതി. കഴിഞ്ഞ വീഡിയോയിൽ ഈ വിക്കറ്റ് തെറിപ്പിക്കുന്ന ചില മാർഗ്ഗങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഒരു ചോദ്യമാണ്, ഈ സ്റ്റമ്പ് അപ്രൂവ് ചെയ്യുക, ഊരിപ്പോരുക എന്നൊക്കെ പറഞ്ഞല്ലോ, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? പിഴുതെടുത്താൽ മതിയോ? അതായത് ബോൾ കയ്യിൽ പിടിച്ച് സ്റ്റമ്പിൽ മുട്ടിച്ച് അത് ഊരിയെടുക്കുകയാണോ ചെയ്യേണ്ടത്? അങ്ങനെ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.